ജിമ്മിനെക്കുറിച്ചും ഭാരോദ്വഹനത്തെക്കുറിച്ചും പൊതുവെ നമ്മുടെ സമൂഹത്തിൽ അനവധി നെഗറ്റീവായ അഭിപ്രായങ്ങൾ പറയുന്നവരുണ്ട്. ഭാരം ഉയർത്തിക്കൂടാ, ഭാരം എടുത്തുകൂടാ, അതുകൊണ്ട് ശരീരത്തിൽ അനവധി ദോഷങ്ങൾ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തുന്ന ഒരുപാട് പേരുണ്ട്. ഒരർത്ഥത്തിൽ ഈ ജിം വർക്കൗട്ടുകളെക്കുറിച്ച് അന്ധവിശ്വാസങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നതിന് കയ്യും കണക്കുമില്ല എന്നതാണ് സത്യം. എന്നാൽ നിങ്ങൾ എന്തുകൊണ്ട് തീർച്ചയായും ഭാരോദ്വഹനം ചെയ്തിരിക്കണം എന്ന് നിങ്ങൾക്കറിയാമോ? അറിയില്ലെങ്കിൽ അതിനെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞു തരാം. നിങ്ങൾ ഭാരോദ്വഹനം ഒഴിവാക്കുന്ന ആളാണെങ്കിൽ എന്തുകൊണ്ട് അത് തുടങ്ങണമെന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഭാരോദ്വഹനം ആരംഭിക്കുന്നത് നിങ്ങളെ വളരെ ഭയപ്പെടുത്തുന്നതായി തോന്നാം, പ്രത്യേകിച്ച് വർഷങ്ങളായി ഇതിന് നെഗറ്റീവ് പ്രശസ്തി ഉള്ളതിനാൽ. നിങ്ങൾ ഭാരോദ്വഹനം ആരംഭിക്കേണ്ടതിൻ്റെ എല്ലാ കാരണങ്ങളെക്കുറിച്ചും ഇത്തരത്തിലുള്ള വ്യായാമത്തിന് എന്തൊക്കെ ഗുണങ്ങളാണ് ഉള്ളത് എന്നതിനെക്കുറിച്ചും ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നു. 1. പേശികളെ ശക്തിപ്പെടുത്തുക. നമുക്ക് വളരെ വ്യക്തമായതിൽ നിന്ന് തന്നെ ആരംഭിക്കാം. ഭാരോദ്വഹനം പേശികളെ ശക്തിപ്പെടുത്തും. ഉയർന്ന പേശികളുടെ അളവ് ദൈനംദിന ജോലികൾ കൂടുതൽ എളുപ്പത്തിൽ ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നതിനാൽ പേശി വളർത്തൽ ശരീരത്തിന് വളരെ നല്ലതാണ്. 2. ഓസ്റ്റിയോപൊറോസിസിനെ ചെറുക്കുന്നു. പ്രായമായവരിൽ ഓസ്റ്റിയോപൊറോസിസ് വളരെ സാധാരണമാണ്. ഈ രോഗം അസ്ഥികളെ ദുർബലപ്പെടുത്തുകയും അവ എളുപ്പത്തിൽ പൊട്ടാൻ കാരണമാവുകയും ചെയ്യുന്നു. പ്രായമാകുമ്പോൾ സ്വാഭാവികമായും പേശികളും അസ്ഥിപിണ്ഡവും നഷ്ടപ്പെടും. അതിനാൽ സ്ഥിരമായി ഭാരം ഉയർത്തുന്നതിലൂടെ നിങ്ങൾക്ക് ഈ രോഗം തടയാൻ സാധിക്കും. 3. ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു. ജനങ്ങളുടെ സാധാരണ വിശ്വാസത്തിന് വിരുദ്ധമായി കാർഡിയോ മാത്രമല്ല, ഹൃദയത്തിന് നല്ല വ്യായാമം, സ്ട്രെങ്തനിങ് പരിശീലനം രക്തസമ്മർദ്ദം കുറയ്ക്കുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കുന്നു. 5. അസ്ഥിയുടെ ഡെൻസിറ്റി മെച്ചപ്പെടുത്തുന്നു. നിങ്ങളുടെ തലച്ചോറ് നല്ല ഷാർപ്പായിരിക്കാൻ വ്യായാമം ആവശ്യമുള്ളതുപോലെ നിങ്ങളുടെ അസ്ഥികൾക്കും വെല്ലുവിളികൾ നേരിടേണ്ടതുണ്ട്. 30 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങളുടെ അസ്ഥിയുടെ ഡെൻസിറ്റി നഷ്ടപ്പെടാൻ തുടങ്ങും. ഭാരോദ്വഹനം അസ്ഥിയിൽ ഒരു ശക്തി സൃഷ്ടിക്കുന്നു. അത് ശക്തമായി തുടരാൻ സഹായിക്കുന്നു. ഭാരോദ്വഹനവുമായി പൊരുത്തപ്പെടുന്നതിന് അസ്ഥി അതിനനുസരിച്ച് ശക്തിപ്പെടുന്നു. 6. മെറ്റബോളിസം വർദ്ധിപ്പിക്കുന്നു. ഭാരോദ്വഹനം കാർഡിയോയെ അപേക്ഷിച്ച് കൂടുതൽ കലോറി കത്തിക്കുന്നു. അത് എന്തുകൊണ്ടാണ്? പേശി വളർത്തുമ്പോൾ ശരീരത്തിന് കൂടുതൽ സമയം കൂടുതൽ കലോറി കത്തിക്കാൻ അനുവദിക്കുന്നു. നിങ്ങൾ വ്യായാമം പൂർത്തിയാക്കിയതിനു ശേഷവും ശരീരം കുറച്ച് മണിക്കൂറുകൾ കലോറി കത്തിക്കുന്നു. അതിനു പുറമെ കൂടുതൽ പേശികൾ നിങ്ങളുടെ മെറ്റബോളിസത്തെ മൊത്തത്തിൽ വർദ്ധിപ്പിക്കുകയും ദിവസം മുഴുവൻ കൂടുതൽ കലോറി കത്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. 7. ഉറക്കം മെച്ചപ്പെടുത്തുന്നു. വ്യായാമം ഉറക്കത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുമെന്നത് അറിയപ്പെടുന്ന വസ്തുതയാണ്. പതിവായി വ്യായാമം ചെയ്യുന്നത് രാത്രിയിൽ വളരെ നന്നായി ഉറങ്ങാൻ നിങ്ങളെ സഹായിക്കും. എന്തൊക്കെ പറഞ്ഞാലും ഭാരോദ്വഹനം ശരീരഭാരം കുറയ്ക്കാൻ ഒരു മികച്ച മാർഗമാണ്. കാരണം ഇത് പേശികളുടെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. പ്രധാനമായും കലോറി കത്തിച്ചു കളയുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കാർഡിയോയിൽ നിന്ന് വ്യത്യസ്തമായി ഭാരോദ്വഹനം പേശികളുടെ വളർച്ചയും വികാസത്തെയും പ്രോത്സാഹിപ്പിക്കുന്നു. കൊഴുപ്പ് കലകളെ അപേക്ഷിച്ച് പേശികലകൾക്ക് നിലനിർത്താൻ കൂടുതൽ ഊർജം ആവശ്യമാണ്. മാത്രമല്ല അവ ഉപാപചയപരമായി സജീവവുമാണ്. പതിവായി ഭാരോദ്വഹനം ചെയ്യുന്നത് വിശ്രമവേളയിൽ ഉപാപചയ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും. ഇത് വിശ്രമത്തിലായിരിക്കുമ്പോൾ പോലും കലോറി കത്തിക്കുന്നത് വർദ്ധിപ്പിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് ശരീരത്തിൻ്റെ ആകൃതിയും ഭംഗിയും ഈ ഭാരോദ്വഹനം കാരണം വർദ്ധിക്കുമെന്നത്. അതിന് ഭാരോദ്വഹനം അനിവാര്യ ഘടകമാണ്. കാർഡിയോ വ്യായാമങ്ങൾ പ്രധാനമായും കൊഴുപ്പ് കുറയ്ക്കുന്നതിലാണ് ശ്രദ്ധയിടുന്നതെങ്കിലും പേശികളെ നിർവചിക്കാനും അവയുടെ മൊത്തത്തിലുള്ള ടോൺ മെച്ചപ്പെടുത്താനും ഈ ഭാരോദ്വഹനം സഹായിക്കുന്നു. എന്നാൽ ഇവിടെ ആരോഗ്യപരമായ ഒരു മുന്നറിയിപ്പുണ്ട്. നിങ്ങൾ ഭാരോദ്വഹനം ചെയ്യുന്നതിന് മുമ്പ്, അതായത് നിങ്ങൾ ആദ്യമായി ആ ഭാരോദ്വഹനം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഡോക്ടറുമായി ബന്ധപ്പെട്ടിട്ട് വേണം ഇത്തരം വ്യായാമങ്ങൾ ആരംഭിക്കാൻ. കാരണം നിങ്ങളുടെ ശരീരം ഭാരോദ്വഹനത്തിന് ക്ഷമതയുള്ളതാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും അസുഖമുള്ളതാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ ഈ ഭാരോദ്വഹനം ആരംഭിക്കേണ്ടത്. കാരണം ഇത് ഭാരം ഉയർത്തിയുള്ള വ്യായാമം ആയതിനാൽ തന്നെ കായികക്ഷമതയും ശാരീരികക്ഷമതയും ഇതിന് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറുമായി ബന്ധപ്പെട്ടിട്ട് വേണം ഇത്തരം വ്യായാമങ്ങൾ ചെയ്യാൻ. അത് നിർബന്ധമായും പാലിച്ചിരിക്കേണ്ടതാണ്. ഇത് പുതുതായി ഈ വ്യായാമം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രം ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്.